അപ്പൊ ഞങ്ങള് സൺഡേ സ്പെഷ്യൽ എങ്ങോട്ടാണോ ഇന്ന് പോകുന്നത്? ഹോസ്കോട്ടെ. ഓക്കെ, ഞങ്ങളിപ്പോ ഹോസ്കോട്ടെ ബിരിയാണി കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സാജൻ പറഞ്ഞു ബിരിയാണി കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഹോസ്കോട്ടയിൽ പോയിട്ട് ബിരിയാണി കഴിക്കാം. നേരത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അവിടെ, അപ്പോൾ അതിനൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും അവിടുത്തെ ഫേമസ് അല്ലേ ഹോസ്കോട്ടെ, ബാംഗ്ലൂരിൽ ഹോസ്കോട്ടെ ബിരിയാണി ഇവിടുത്തെ ഫേമസ് ആണ്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സിറ്റി റോഡൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വിജനമായ റോട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്കാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്, സർജാപുര ഭാഗത്തേക്ക്. എന്തായാലും സിറ്റിയിലേക്കാട്ടും കൂടുതൽ അപ്പാർട്ട്മെൻറ്റ്സും വില്ലകളും അതൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. ഇങ്ങനത്തെ റോഡാണെന്നൊന്നും നോക്കണ്ട, പക്ഷെ അപ്പുറത്തെ വീടുകളൊക്കെ നല്ല അടിപൊളി വീടുകളൊക്കെ ഇവിടെ. ബാംഗ്ലൂരിലൊക്കെ പണ്ട് ഇങ്ങനെ നീൽഗിരീസിന്റെ ബഹളമായിരുന്നു. അതൊക്കെ കാണണമെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ടേക്കൊക്കെ വരണം. യൂക്കാലിപ്സ് ശരിക്കും പറയുകയാണെങ്കിൽ ട്രാഫിക് ഇതില്ലെങ്കിൽ റോഡ് നല്ലതാണെങ്കിൽ 15 മിനിറ്റ് മാക്സിമം ഒരു അരമണിക്കൂറിൽ എത്തേണ്ട സ്ഥലമല്ലേ. എന്തായാലും ഇപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ട്, മെയിൻ ഹൈവേ അല്ല എന്നാലും നല്ല റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 35 മിനിറ്റ്സ് കൂടി കാണിക്കുന്നുണ്ട്. ബിരിയാണി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ദമ്മൊക്കെ പൊട്ടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് 10, ഹോസ്കോട്ടെ 15. ടണലിൻ്റെ അകത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, ബാഗ് തിരിക്കേണ്ടി വരുന്നു. ആദ്യത്തെ എന്താ അതിൻ്റെ പേര്, നമ്മൾ ടണൽ. വണ്ടി വന്ന് വട്ടം കിട്ടു ഗൈസ്. ഈ കുഞ്ഞു ടണലിൽ ഇത്രയും വണ്ടികൾ കിടപ്പുണ്ടെന്ന് അറിഞ്ഞില്ല. പോട്ടെ പോട്ടെ, ഇനി ആരെങ്കിലും വന്നാൽ കണ്ട കണ്ട ടണൽ കണ്ട ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. ഇറങ്ങി കൃഷി, ക്യാബേജും വെള്ളം, ക്യാബേജ്, പിന്നെ ഇത് ബ്രോക്കോളി. ഇനിയിപ്പോൾ 4 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ ഹൈവേയിലേക്ക് എത്തി. ഹോസ്കോട്ടെ ഹൈവേ അല്ല, അതിലേക്ക് കിടക്കും. ഹൈവേ തന്നെ. ഞങ്ങൾ സർവീസ് റോഡിൽ കൂടെ പോയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ടോള്, ശരിക്കും ടോളുണ്ട് ഇവിടെ ഹോസ്കോട്ടെ, പക്ഷെ ഞങ്ങൾ അകത്തകത്തെ വഴി കൂടെ വന്നുകൊണ്ട് നമുക്ക് ആ ടോള് കിട്ടിയിട്ട് നമുക്കിനിയും ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. അപ്പം നമുക്കിനി റെസ്റ്റോറൻറ്റ് വരുന്നത്, മറ്റേ ദം ബിരിയാണി വരുന്നത് ഈ സൈഡിലാണ്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട്. ആ വഴിക്കാണ് വരുന്നെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കിട്ടും. നമുക്ക് നോക്കട്ടെ, വണ്ടി ഈ സൈഡിൽ തന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കിടക്കാം. പറ്റുവാണെങ്കിൽ അങ്ങനെ കിടക്കാം, അല്ലെങ്കിൽ യൂ ടേൺ എടുത്തിട്ട് വരേണ്ടി വരും. ഫൈനലി എത്തി. ഈ സൈഡിൽ പോക്കറ്റ് റോഡിലേക്ക് ഇരിക്കും, ക്രോസ് ചെയ്തിട്ട് വരാം. അതാണ് ഞങ്ങൾ, ഇവിടെയാണ് ഞങ്ങൾക്ക് ഇനി കയറേണ്ടത്. കടക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ യൂ ടേൺ എടുത്തിട്ട് കടക്കാൻ പറ്റിയല്ലോ, പക്ഷേ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഞങ്ങൾ യൂ ടേൺ എടുത്തിട്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോവാണ്. തിരക്കുണ്ടെന്നാണ് അത്യാവശ്യം ഞായറാഴ്ച ആയതുകൊണ്ട്, പക്ഷെ അതിരാവിലെ വരുന്ന അത്ര തിരക്കുണ്ടാവില്ല. ഇതിപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയല്ല, രാവിലെ മാത്രം കൊടുക്കുന്നത്. ഫുൾ ഡേ ബിരിയാണി വിതരണമുണ്ട് ഇവിടെ. അയ്യോ, ഇവിടെ തിരിക്കായിരുന്നു, അവിടെ സർവീസ് റോഡ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് പാർക്ക് ചെയ്തേക്കുന്നത് ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. സാധനം പോകുന്നുണ്ട് ഓടി. ബിരിയാണി തീരില്ല. ഇവിടെ ബില്ല് ചെയ്യണം, എന്നിട്ട് ടോക്കൺ എടുത്തിട്ട് ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ട് ബിരിയാണി എടുക്കും. ഞങ്ങളുടെ മട്ടൻ ബിരിയാണിയും പിന്നെ തലക്കറിയും വയറും കാര്യമാക്കിയിട്ട് എങ്ങനെയുണ്ട്? നല്ല എരിവ്. തലക്കറി
എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണി ഇങ്ങനെ ആയിരിക്കണം. നല്ല എരിയും അതിൻ്റെ കൂടെ തലക്കറിയും ഇങ്ങനെ സോഫ്റ്റായിട്ടും വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ബിരിയാണിയാണിത്. ബാംഗ്ലൂർ സ്പെഷ്യൽ, ഹോസ്കോട്ടെ സ്പെഷ്യൽ മട്ടൻ ദം ബിരിയാണി. ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിലിടാം, അപ്പോൾ ട്രൈ ചെയ്യട്ടാ. ബൈ. എല്ലാം പെട്ടെന്നായിരുന്നു. വന്നത് പറഞ്ഞില്ല, തിന്നത് പറഞ്ഞില്ല, വയറ്റിൽ പോയത് പറഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. ഒരു ബിരിയാണി, തലക്കറിയും നല്ല ടേസ്റ്റി. പിന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വന്നതും അകത്ത് കയറി. എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ സൺഡേ സ്പെഷ്യൽ രാജ് മട്ടൻ ദം ബിരിയാണി ഫ്രം ഹോസ്കോട്ടെ കഴിച്ചപ്പോഴുള്ള അഭിപ്രായം എന്താ? വിശപ്പ് നെറ്റി കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ കഴിക്കും എന്ന് ഇന്നറിഞ്ഞു വേണ്ടടാ. കൈൻ്റെ മുമ്പിൽ കിട്ടിയതും മട്ടൻ ബിരിയാണി പോയ വഴി അറിഞ്ഞില്ല. ഞങ്ങളായിരിക്കും അവിടെ ആദ്യമായിട്ട് ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എത്തി മേടിച്ച് തിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ. ആദ്യത്തെ 2 പേര് ഞങ്ങളായിരിക്കും. ആസ്വദിച്ചൊക്കെ കഴിച്ചു, പക്ഷെ സ്പീഡ് ഒടുക്കത്തെ സ്പീഡായിരുന്നു. സ്പീഡ് ഭയങ്കര സ്പീഡ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. തലയുടെ വഴിക്കാൻ പോയത്. അപ്പൊ ഞങ്ങളിനി ഇന്നത്തെ സൺഡേ കറക്കം, ഉച്ചക്കറക്കം ഇതോടെ കഴിഞ്ഞു. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് വല്ല സ്നാക്സ് ബ്രേക്കിനുണ്ടെങ്കിൽ നിർത്താം. ഇവിടെ നിന്ന് 1 മണിക്കൂറേ ഉള്ളൂ. സ്നാക്സിന് നിർത്താനുള്ളതൊന്നും ആയിട്ടില്ല. നമുക്ക് വൈകുന്നേരം ഇറങ്ങാം. സാഹചര്യം പറ്റിച്ചിട്ട് വൈകുന്നേരം സ്നാക്സ്. ബൈ.